ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഉഴുന്നുവടയും ചമ്മന്തി. ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 200 ഗ്രാം നല്ല ബോൾ പോലത്തെ നല്ല ക്വാളിറ്റിയുള്ള ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി കഴുകിയിട്ട് 2 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. 1-2 മണിക്കൂർ കുതിർക്കാൻ വെച്ചാൽ മതിയാവും കേട്ടോ. ഏകദേശം 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഉഴുന്ന് നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി വെള്ളം അധികം ചേർക്കാണ്ട് നന്നായിട്ട് അരച്ചെടുക്കാം. കുറേ വെള്ളമൊന്നും ചേർക്കണ്ട. സ്പൂണിൽ കുറച്ചായിട്ട് വെള്ളം ചേർത്താൽ മതിയും. തീരെ വെള്ളം ഇല്ലാണ്ട് ഇത് അരച്ചെടുക്കാനും പറ്റില്ല. ആദ്യം ഒന്ന് മിക്സിയിൽ ഉഴുന്നിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചും കൂടി വെള്ളം, ഒരു സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുക. അപ്പോൾ ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം കുറച്ചെടുക്കുക. എന്നിട്ട് സ്പൂൺ കൊണ്ട് ഈ കുറച്ച് ഉഴുന്നെടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉഴുന്ന് പൊന്തി കിടക്കുന്നുണ്ടെങ്കിൽ അരഞ്ഞുണ്ട്, നന്നായിട്ട് പാകത്തിന് അരഞ്ഞുണ്ട് എന്നാണ് അർത്ഥം. ഉഴുന്ന് താഴേക്ക് പോവുകയാണെങ്കിൽ അരഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതേപോലെ എല്ലാ ഉഴുന്നും നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് എന്നിട്ട് ഈ അരച്ചെടുത്ത ഉഴുന്ന് മുഴുവൻ ഇട്ട് കൊടുക്കുക. ഉഴുന്നെല്ലാം അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അധികം ചേർക്കരുത്. എന്താ വെച്ചാൽ അധികം കുറേ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡാവും ഉഴുന്നുവട. സോഡാപ്പൊടി ചേർക്കണവർക്ക് സോഡാപ്പൊടിയും ചേർക്കാം. ഇവിടെ അമ്മ ചേർത്തിട്ടില്ല. സോഡാപ്പൊടി ചേർക്കാണ്ട് തന്നെ നമ്മുടെ ഈ ഉഴുന്നുവട വീർത്തിട്ടുണ്ട്. എന്നിട്ട് 5 മിനിറ്റ് നന്നായി നിർത്താണ്ട് ഇളക്കി കൊടുക്കണം. മിക്സിയിലായതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എയർ കണ്ടൻറ്റ് കുറവായിരിക്കും. ഇപ്പോൾ ബീറ്ററുള്ളവർക്ക് ബീറ്റർ കൊണ്ടോ കൈ കൊണ്ടോ എന്തുകൊണ്ടായാലും 5 മിനിറ്റ് നന്നായി നിർത്താണ്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടിരിക്കും. അപ്പോൾ ഉഴുന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നേരം കൊണ്ട് ഉഴുന്നുവടയിലേക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു സബോള വേണ്ടവർക്ക് സബോള, അല്ലാത്തവർക്ക് ഉള്ളി എടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക്, കറിവേപ്പില. ഇതൊക്കെ ഇനി ഈ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഉഴുന്നിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തിട്ടിടണവർക്ക് ക്രഷ് ചെയ്തിട്ടിടാം. നമ്മുടെ അടുത്ത് ഇപ്പോൾ ചെറിയ കുരുമുളക് ആയതുകൊണ്ട് അതൊരു 5-6 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കായംപൊടി, ഒരു 1/4 ടീസ്പൂൺ കായംപൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റൂട്ടാ, ഉഴുന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി പാനിലേക്ക് കുറച്ച് ഗോൾഡ് വിന്നർ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഉഴുന്നുവട റെഡിയാക്കി എടുക്കാം. ഗോൾഡ് വിന്നറാണ് എടുക്കാറ്. ഉഴുന്നുവട പരിപ്പുവടയ്ക്കൊക്കെ അമ്മ ഗോൾഡ് വിന്നർ തന്നെയാണ് എടുക്കാറ്. അപ്പോൾ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഉഴുന്നെടുത്ത് ബോൾ പോലെ ആക്കിയിട്ട് വേണം, ഒരു ഹോളാക്കിയിട്ട് വേണം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും കൈ നനയ്ക്കണം. ഉഴുന്നുവട ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരുന്നുണ്ടെന്ന് തോന്നുമ്പോൾ സിമ്മലിട്ട് കൊടുക്കുക. സിമ്മലിട്ട് കൊടുത്തില്ലെങ്കിൽ ഉഴുന്നുവടയുടെ പുറം ഭാഗം മൊരിയും, പക്ഷേ ഉള്ളിൽ വേവില്ല. അപ്പം എല്ലാം നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം.
ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. ഇനി ഉഴുന്നുവടയ്ക്ക് വേണ്ട ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ചുവന്നുള്ളി, 3 പച്ചമുളക്, ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചി, വേപ്പില, പിന്നെ പൊട്ടുകടല ഇട്ടിട്ടാട്ടോ നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇവിടെ വീട്ടിലെല്ലാവർക്കും പൊട്ടുകടല ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നാളികേരം, ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ കടുകും 3 വറ്റൽമുളകും കുറച്ച് വേപ്പിലും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച നാളികേരത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്രിസ്പി. ഈ വേപ്പില അതിന് മാറ്റണ്ടേ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. നല്ല മൊരിഞ്ഞുഴുന്നുവട. ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്നിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഈ പൊട്ടുകടല ചട്നിയുടെ കൂടെ ഇങ്ങനെ മുക്കിയിട്ട് ഞാൻ കടിച്ച് ആ മൊരിച്ചില് കിട്ടണം, എന്നാലും എന്നെ പൊള്ളിയാവുള്ളൂ. അതിന്റെ കൂടെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി. രക്ഷയില്ല. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.